നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചന്ദ്രന്റെയോ ചൊവ്വയുടെയോ ഉപരിതലത്തിൽ ചില ദ്വാരങ്ങളോ വൃത്താകൃതിയിലുള്ള ഘടനകളോ നിങ്ങൾ കണ്ടിരിക്കണം. സമാനമായ ദ്വാരങ്ങളോ ഘടനകളോ ഭൂമിയിലുമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന്റെ ലളിതമായ അർത്ഥം പൊള്ളയായ ഘടനകൾ അല്ലെങ്കിൽ പരന്ന പ്രതലത്തിലെ കുഴികൾ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ ഒരു നക്ഷത്ര സമൂഹം എന്നാണ്. ഒരു വാൽമാക്രിയുടെ ആകൃതിയാണ് ഈ ഗർത്തത്തിന്. പക്ഷേ തവളക്കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നതല്ല ഈ ഗർത്തം. നരകത്തിന്റെ വായ എന്നാണ് ഈ ഗർത്തത്തിന്റെ വിളിപ്പേര് തന്നെ. ബറ്റഗെ മെഗാ ഗർത്തം എന്നാണ് ഈ വമ്പൻ ഗർത്തത്തിന് പേര്. 1960കളിൽ ഒരു ചെറിയ വിള്ളലായാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ പിന്നീട് ഓരോ വർഷവും 10 മീറ്ററെങ്കിലും വീതം വളർന്നാണ് ഈ ഗർത്തം വമ്പനായത്. ചില സമയം 30 മീറ്ററെങ്കിലും വലുതായി. റഷ്യയിലെ മഞ്ഞു മൂടിയ സൈബീരിയൻ പ്രദേശത്തെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബറ്റഗെ മെഗാ ഗർത്തം രൂപം കൊണ്ട് വാൽമാക്രികളെ പോലെ ആയെങ്കിലും വലുപ്പത്തിൽ അത്ര ചെറുതല്ല. 1990 മുതൽ 35 മില്യൺ ക്യൂബിക് മീറ്റർ മണ്ണ് ഈ ഗർത്തം വലിച്ചെടുത്തു കഴിഞ്ഞു. കടുത്ത തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ ഗർത്തം വലുതാകാൻ കാരണം. മഞ്ഞുരുകൽ മൂലമോ നനവേറിയതോ കടുത്തതോ ആയ കാലാവസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ഗർത്തങ്ങൾ വലുതാകുന്നത് എന്ന അനുമാനവുമുണ്ട്. കേവലം ഒരു വിള്ളൽ ഇത്ര വലിയ ഗർത്തമായി മാറിയത് ശാസ്ത്രീയമായും കാഴ്ച എന്ന നിലയിലും ജനങ്ങളെ അമ്പരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മാമത്തുകൾ, കുതിരകൾ, മറ്റു നാൽക്കാലികൾ എന്നിവയുടെ നശിക്കാത്ത ഫോസിൽ ഭാഗങ്ങൾ ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചു. തുർക്കിമെനിസ്ഥാനിലും പതിറ്റാണ്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗർത്തമുണ്ട്. ഇതിനും നരകത്തിന്റെ കവാടം എന്നാണ് പേരിട്ടത്. 70 മീറ്ററോളം വലുപ്പത്തിൽ കത്തുന്ന ഈ ഗർത്തം എന്നാൽ മനുഷ്യനിർമ്മിതമാണ്. ഉൽക്കാശിലകൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോംബുകളുടെ സ്ഫോടനം എന്നിവ മൂലമാണ് ഈ ഗർത്തങ്ങളിൽ ഭൂരിഭാഗവും രൂപപ്പെടുന്നത്. അഗ്നിപർവ്വതത്തിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ അതിന്റെ വായ പോലും ഒരു ഗർത്തമെന്നും അറിയപ്പെടുന്നു. ഗർത്തത്തിന്റെ രൂപീകരണം വളരെ സാധാരണമാണ്. എവിടെയും കാണാൻ കഴിയും. പരന്ന ചായം പൂശിയ ചുവരിൽ പോലും ഏത് ചെറിയ കുഴിയെയും ഗർത്തം എന്ന് വിളിക്കും. ഗർത്തങ്ങൾക്ക് വ്യത്യസ്തമായ സവിശേഷതകൾ ഉണ്ടായിരിക്കാം. തറ സാധാരണയായി ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ നിലത്തിന് താഴെയാണ്. പൊതുവെ അത് പാത്രത്തിന്റെ ആകൃതിയിലോ പരന്ന സ്വഭാവത്തിലോ ആണ്. വലിയ ഗർത്തത്തിന്റെ മധ്യഭാഗത്തായി രൂപം കൊള്ളുന്ന ഗർത്തങ്ങളിലും ചിലപ്പോൾ കേന്ദ്ര കൊടുമുടികൾ കാണപ്പെടുന്നു. ചിലപ്പോൾ കുഴിച്ചെടുത്ത ഗർത്തം തകരുന്നു, കാരണം അത് വളരെ വലുതായിത്തീരുന്നു. ഇതിന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള വസ്തുക്കൾ കേന്ദ്ര കൊടുമുടികളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ഗർത്തത്തിന്റെ ഉൾവശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സാധാരണയായി കുത്തനെയുള്ള മതിലുകളുണ്ട്. ഇവ കൂടാതെ ഭിത്തികൾ ഇടിഞ്ഞു താഴുന്നതിനാൽ രൂപപ്പെട്ട പടികൾ പോലുള്ള കൂറ്റൻ ടെറസുകളും അവയ്ക്കുണ്ടാകും. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗർത്തത്തിന്റെ അരികുകൾ സാധാരണയായി ഉയർന്നതാണ്. ഇതിനെ ഒരു റിം എന്നും വിളിക്കുന്നു. നമ്മൾ എജക്റ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആഘാത സമയത്ത് ഗർത്തത്തിൽ നിന്ന് അടിസ്ഥാനപരമായി പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതും സാധാരണയായി ഗ്രഹത്തിന്റെ ഉപരിതലത്തിലെ ഗർത്തത്തിന്റെ അവശിഷ്ടങ്ങളായി റിമ്മിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടുന്നതുമായ പാറയുടെ പദാർത്ഥമാണിത്. ഇത് ഇത്തരത്തിൽ വലുതാകും തോറും അത് ഭൂമിക്ക് വലിയ അപകടമാണ് ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്.